ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സർവേഷാം നൃണാത്മഭാസം കൊണ്ടെന്നു ചിലർ സർവാത്മാവാകൊണ്ട് സർവസാക്ഷിത്യം കൊണ്ടും സർവജന്തുനാം സർവാശ്രയമാനാരങ്ങളിൽ സർവാത്മാവാകും തവായനശായിത്യം കൊണ്ടും ചൊല്ലുന്നോരവരവരോരോന്നു കൽപ്പിച്ചുള്ളിൽ എല്ലാ ജാതിയും നാരായണനെന്നെല്ലാം കൊണ്ടും സൂക്ഷ്മമായതുകൊണ്ടെന്ന് ആർക്കുമേ ചൊല്ലിടുവാന് ഓർക്കില്ലിലു ഉറപ്പേതും എന്നു വന്നിരിക്കുന്നു. നാരങ്ങളയനങ്ങളാകയാലെല്ലാം കൊണ്ട് പേരിനു നാരായണനെന്നതേ പറയേണ്ടു. കാരണം തൊന്നാവിപത്മോത്ഭവവാസം കൊണ്ടും നീരജോത്ഭവനെന്നുണ്ടെന്നെന്നെയും ചൊല്ലിയിടുന്നു. ദൂരമെത്രയും ഭാരമുണ്ടിവിടെയും നമ്മിൽ ആരാലും തിരിക്കാവതല്ല നിൻ മഹിമകൾ. നീ ജലത്തിങ്കൽ സത്തായുണ്ടെന്നു കൽപ്പിച്ചു ഞാനും രാജീവനാളത്തൂടെ പോയി നൂറ്റാണ്ട് അന്വേഷിച്ചേ കണ്ടതില്ലതിങ്കൽ അപ്പോഴുതുടൻ വീണ്ടുകൊണ്ടു നിന്നത ഹൃദയസ്ഥനെന്നുറച്ചിങ്ങും സന്തതമാത്മാവിങ്കൽ ധ്യാനിച്ചേ പലകാലം. അന്തരാത്മനെ കണ്ടതില്ല ഞാൻ അവിടെയും. പിന്നെയും ഭക്ത്യാ മനക്കാമ്പു സംഭ്രമിച്ചു ഞാൻ നിന്നളവുടനെ കാണായി വരികയും ചെയ്തു. നിന്നുടെ കാരുണ്യമുണ്ടായി വരികയാലതും എന്നിയെ പുനരാർക്കും കണ്ടുകിട്ടുകയില്ല. നിന്നുടെ കാരുണ്യമുണ്ടെന്നു വന്നിടുന്നാകിൽ അന്നേരം അവിടെ കാണായി വരും അഖിലവും. നിർണയം ജനനിയാൻ നന്ദനിക്കു നീ നിന്നകതാരിൽ തന്നെ കാട്ടിനാൻ ജഗത്രയം. പിന്നെ എനിക്കിവിടെ കുറഞ്ഞൊരു നേരം നിന്നളവുടൻ കാട്ടിത്തന്നതു കണ്ടേനല്ലോ. മുന്നം ഞാൻ അപകരിച്ചുള്ളതൊക്കെയും തന്നെ ഒന്നിച്ചു ചമഞ്ഞതും അന്യകം വിശേഷിച്ചെന്ന് കണ്ണിലമ്മാറു കാണായി വന്നതൊക്കെയും വിഷ്ണു വർണ്ണമായി നിറഞ്ഞതും അപ്പോൾ നീ ശേഷിച്ചതും സന്നിധവു കണ്ടേതവ മായാവൈഭവങ്ങൾ ഒന്നുമിങ്ങനിക്ക് അറിയാവതല്ലൊരിക്കലും. തൊൽസ്വരൂപത്തെ അറിവാനപേക്ഷയാ പുനരുൾപ്പുവിൽ പ്രകൃതിസ്ഥനെന്നു തോന്നിയിടും വണ്ണം വിശ്വമോഹിനിയായ മായയ രജോ ഗുണതച്യുതനായ ഭവാൻ ഞാനായി നിന്നി പ്രപഞ്ചം സൃഷ്ടിച്ചു വഴിപോലെ സന്തതം പരിചിനാൽ ദുഷ്ടിപുഷ്ടികളോടും ധർമ്മ നിഷ്ഠയെ ചേർത്തും രക്ഷിച്ചിടുവാൻ സത്വഗുണമാശ്രയിച്ചോരു വിഷ്ണുരൂപത്തെ പരിഗ്രഹിച്ചു തോന്നിക്കുന്നു. സത്വരം സംഹാരത്തിനായിക്കൊണ്ട് തമോ ഗുണ യുക്തനായി മൃത്യുഞ്ജയനായും നിന്നരുളുന്നു. നിർഗുണനായ ഭവാനിക്കാലം ഉലകിതിൽ ഇക്കർമ്മങ്ങളെയെല്ലാം എന്തിനു ചെയ്തിടുന്നു.
ചിത്തസംഗതി നിനക്കിതു ചെയ്വതിനെന്നും ഇത്തരം പ്രവർത്തികൾ എവിടെ നിന്നിങ്ങനെ വർത്തിച്ചിടുന്നു ഭവാനെന്നുമേതും ഒരു കാലം ഈ തൊഴിൽ തുടങ്ങി പണ്ടെന്നതും ഉണ്ടിതുവത നിർത്തുവാൻ അവസാന കാലമെന്നിനിയെന്നും ആദിമത്യാന്തങ്ങളെന്നായി വരുമെന്ന മൂലസാധനം ഇതിനെന്തൊന്നുള്ളതും ചിന്തിച്ചോരു പുതരാലൊരിക്കലും ഒന്നുകൊണ്ടൊരിടത്തും ഛേദസ തിരിച്ചറിഞ്ഞിടുവാനരുതാത മായാവൈഭവം നിരൽപ്രായമായിരിപ്പോന്നതായതി ജഗത്തെല്ലാം അസത്യമല്ലോ ദൃഢം